രാജ്ഭവനിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പുതുമകളുള്ള ഒരു സമ്മേളനം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പുതിയ ഗവർണർ, പുതിയ സാമാജികർ, അല്ലേ? രണ്ടുപേർ പുതിയ സാമാജികരാണ്. അതിൽ പഴയ സാമാജികർ ഒരാളെ കാണാനില്ല, സഭയിലില്ല, അദ്ദേഹം രാജിവെച്ച് പോയിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ശാലിനി നമ്മുടെ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ശാലിനി, നമ്മൾ കാത്തുനിന്ന കാഴ്ചയാണ് ഇത്. രാജ്ഭവനിൽ നിന്ന് ഗവർണറും ആ ഒരു വാഹനവ്യൂഹവും നിയമസഭയിലേക്ക് പോയിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ വീണ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, പ്രത്യേക വാഹന വ്യൂഹത്തിൽ, വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരുന്ന മാധ്യമങ്ങളെ അടക്കം കൈകൂപ്പി വണങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാജ്ഭവന്റെ ഭാഗമാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കോൺവോ അടക്കം ഇവിടുന്ന് നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും 5 മിനിറ്റിനുള്ളിൽ തന്നെ നിയമസഭയുടെ പ്രധാന കവാടത്തിലൂടെ അദ്ദേഹം നിയമസഭയുടെ VIP ഗാലറിയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എത്തും. അവിടെ മുഖ്യമന്ത്രി, ധനമന്ത്രി, ഒപ്പം തന്നെ നിയമമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മുൻ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജ്ഭവനിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഒപ്പം തന്നെ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും സർക്കാരുമായിട്ടുള്ള കൊമ്പുകോർക്കലുമൊക്കെ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സമാധാന അന്തരീക്ഷമാണ് സർക്കാരും ഗവർണറുമായിട്ടുള്ളത്. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ എത്തിയതിനു ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുക. അത് മുഴുവനും അദ്ദേഹം വായിക്കുമോ, അതോ അദ്ദേഹത്തിന് കേന്ദ്രത്തിന് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിക്കുമോ, എതിർപ്പ് രേഖപ്പെടുത്തി വായിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തും. കാത്തിരിക്കുകയാണ് 13ാം നിയമസഭയുടെ നിർണായകമായിട്ടുള്ള സഭാ സമ്മേളനം ആരംഭിക്കാൻ. ആ സഭാ സമ്മേളനം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ, ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയ്ക്കുള്ളിൽ പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലത്ത് ഒരുപക്ഷെ സർക്കാരുമായി ഒരു രീതിയിലും തർക്കത്തിനോ വഴക്കിനോ ഒന്നുമില്ല. പക്ഷേ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടുമെന്ന് നിലപാട് വ്യക്തമാക്കിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അല്പസമയത്തിനകം നിയമസഭയിൽ നിന്ന് നമുക്ക് കേൾക്കാം. അതിന്റെ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ, നടപടികളൊക്കെ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വീണ. ഓക്കെ.